സോ ഇതാണ് ഫ്രണ്ട് ഓഫ് ആം. ഇത് വെച്ച് സർഫേസ് കണ്ടുപിടിക്കണം. മനസ്സിലായോ രാജീവ്? എന്താ ഇത് രാജീവ്, എന്താ ഈ കാണിക്കുന്നേ? വിടാൻ. നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. ക്രൈം ചക്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാമം എന്ന വികാരത്തിന് അടിമപ്പെട്ട് മനുഷ്യൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്നു. പല ക്രൈമുകളും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു ക്രൈമിനെ മറയ്ക്കാൻ വേണ്ടി പലപ്പോഴും മറ്റൊരു ക്രൈം ചെയ്യുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ കുറ്റകൃത്യങ്ങളുടെ കാണാക്കയങ്ങളിലേക്ക് മറഞ്ഞു പോകുന്നു. പലപ്പോഴും ചെറുപ്പക്കാർ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ തെറ്റുകൾ ചെയ്യാറുണ്ട്. അതിലൂടെ അവരുടെ ജീവിതം നശിക്കാറാണ് പതിവ്. യൗവനത്തിന്റെ തീഷ്ണതയിൽ അവർക്ക് പലതും കാണാൻ പറ്റില്ല. അവർ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കാല് വെക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. രാജുവിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. രാജു വെറും 18 വയസ്സ് മാത്രമുള്ള യുവാവായിരുന്നു. അവൻ അവന്റെ വീടിനടുത്തുള്ള വിവാഹിതയായ സോനാലിയുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ പോവുമായിരുന്നു. സോനാലിയുടെ ഭർത്താവിന് ദൂരെ ഒരു സ്ഥലത്തായിരുന്നു ജോലി. അതുകൊണ്ട് സോനാലി എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ട്യൂഷൻ എടുക്കുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ രാജീവിന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. ആ രാജീവ്, നീ അകത്ത് കയറിയിരുന്നോ? എന്നിട്ട് ആ ബുക്കൊക്കെ എടുക്ക്, ഞാൻ ദേ വരുന്നു. ഹലോ മാം. ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദിസ്. ഞാനിത് മാർക്ക് ചെയ്ത് തരാം. നീ ഇത് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം. ചെയ്തോ? ഞാൻ ചെയ്തോണ്ടിരിക്കാം മാം. സോ ദേ ഈ ഡെഫിനേഷൻ പഠിക്കണം. ദീസ് 3 ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ പ്രാവശ്യം ചോദിക്കുന്നയാ. ഞാൻ വിചാരിച്ചതേ ഇല്ല മാം, നിങ്ങൾ ഇത്രമാത്രം സെക്സിയാണെന്ന്, ഇത്രത്തോളം അട്രാക്റ്റീവ് ആണെന്ന്. നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. സോ ഇതാണ് ഫ്രണ്ട് ഓഫ് ആം.
ഇത് വെച്ച് സർഫേസ് കണ്ടുപിടിക്കണം. മനസ്സിലായോ രാജീവ്? എന്താ ഇത് രാജീവ്? എന്തായി കാണിക്കുന്നേ? വിടാൻ രാജീവ്, വിട്. വിടാനല്ലേ പറഞ്ഞേ? എന്റെ ദേഹത്തോടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡെയർ യു ടച്ച് മീ? ഗെറ്റ് ഔട്ട്. Get up and go. Get out. ഇനി എന്റെ കൺമുമ്പിൽ വന്നേക്കരുത്. Out. ഹായ് സർപ്രൈസ്. നീ ഹായ്. നിനക്ക് നമ്മളെയൊന്നും ഓർമ്മയില്ലല്ലോ. അപ്പൊ പിന്നെ നിന്നെ കാണാൻ ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നേക്കാന്ന് കരുതി. നീ വന്നത് എന്തായാലും നന്നായിടി. നീ നോക്കിക്കോ, ഒരു 10-15 ദിവസം കഴിയാതെ നിന്നെ ഞാൻ എവിടെയും വിടില്ല. വാതൊക്കെ നിർത്തി സംസാരിക്കാതെ ഒന്ന് അകത്ത് കയറ്റി ഇരുത്ത്. അത് വിട്ടുപോയി. അകത്തേക്ക് വാ. ഓക്കെ. നീ വന്നപ്പോ എനിക്ക് സന്തോഷായി. ശരിക്കും പറഞ്ഞാ ഞാൻ നിന്നെ ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. ബട്ട് സർപ്രൈസ്. പിന്നെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? പിന്നെ നിന്റെ കെട്ടിയോന്റെ വിശേഷം എന്തുണ്ട്? നല്ല വിശേഷം. പിന്നെ ജോലി കുറച്ച് ബിസിയാ. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫറിന്റെ കാര്യം പറയണ്ടായിരുന്നു. നിന്നെ സമ്മതിക്കണം കേട്ടോ. നീ ആണെങ്കി ഇവിടെ ഒരു നാട്ടില്, ഭർത്താവ് വേറൊരു നാട്ടില്. നീ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നേ? അത് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ട്രാൻസ്ഫർ മേടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സമയം പോകാൻ വേണ്ടി അടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. നീയോ? എന്ത് ധൈര്യത്തിലാടാ നീ ഇങ്ങോട്ട് വന്നേ? ഇറങ്ങിപ്പോടാ. മാം എന്നോട് ക്ഷമിക്കണം മാം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഇല്ല രാജീവ്, നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. യു ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ഔട്ട്. മാം ഞാൻ പറയുന്നത് കേൾക്കും മാം. അറിയാതെ പറ്റിപ്പോയതാണ് മാം. എന്നോട് ക്ഷമിക്കണം മാം. പ്ലീസ് പ്ലീസ് എന്നോട് ക്ഷമിക്കണം. എന്നെ പറ്റി മാമിന് നല്ലതുപോലെ അറിയാമല്ലോ. അന്ന് പെട്ടെന്ന് എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല മാം. മാം പ്ലീസ് മാം, പ്ലീസ്. ഓക്കേ, just get up. Enough of this drama. മാം എന്നോട് ക്ഷമിക്കും മാം. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല മാം. ഓക്കേ ഫൈൻ. നീ ഇപ്പൊ എവിടുന്ന് പൊക്കോ. നാളെ വന്നാ മതി. And mind you, ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഔട്ട്. എന്നോട് ക്ഷമിച്ചതിന് താങ്ക് യു മാം. ഗോ. അതാരായിരുന്നു? നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? അതൊന്നുമില്ല. അയൽവക്കത്തെ പയ്യനാ. ഇവിടെ ട്യൂഷന് വന്നോണ്ടിരുന്നതാ. ട്യൂഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓക്കേ, പിന്നെ നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ പറ, നിന്റെ വിശേഷങ്ങളൊക്കെ എന്താ? ഇങ്ങനെ കുറെ പിള്ളേര് ട്യൂഷന് വരും, അവര് പഠിച്ചോണ്ട് പോവാ. അത്ര കുഴപ്പമില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ മതിയടി. അത് ശരി. അപ്പൊ നീയാണ് സൊനാലിയുടെ അടുത്ത് ട്യൂഷന് വരുന്നേ? അതെ. അല്ല, നിങ്ങളാരാ? ഞാൻ പ്രിയ, സൊനാലിയുടെ കൂടെ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ടാ. ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഓ ശരി. അല്ല, സൊനാലി പറഞ്ഞത് ഇവിടെ ട്യൂഷന് വരുന്ന കുട്ടികളാണെന്നാണല്ലോ. പക്ഷെ തന്നെ കണ്ടിട്ട് എനിക്ക് അത്ര കുട്ടിയായിട്ട് തോന്നുന്നില്ലല്ലോ. എന്നെ തുടരുത്, അല്ലെങ്കിൽ ചിലപ്പം മാം കണ്ടോണ്ട് വരും.
നിങ്ങൾ ഒന്ന് നീങ്ങിയിരിക്കോ? ആ രാജീവ്, ചെയ്തു കഴിഞ്ഞോ? യെസ് മാം, കാണിച്ചേ. കഴിഞ്ഞു. ആ പ്രിയ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. രാജീവ്, എന്താ മാം? ഞാൻ തന്ന ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്ത് വെക്ക്, ഞാൻ വന്നിട്ട് ചെക്ക് ചെയ്തോളാം. ഓക്കെ മാം. ഓക്കെ, ശരി. അയ്യോ, എനിക്ക് പഠിക്കാനുണ്ട്. നിങ്ങളൊന്ന് മാറിയെന്നേ. അപ്പോ നിന്റെ കണ്ണ് നിന്റെ ട്യൂഷൻ ടീച്ചറുടെ മേത്താണല്ലേ? അല്ല. നീ സോനാലിയെ കാണുന്നത് ഏത് കണ്ണുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി മോനെ. ഞാൻ മാമിനെ പറ്റി അങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതെന്താ? അയ്യോ, അത് പ്ലീസ് ഇതൊന്നും മാമിനോട് പറയരുത് പ്ലീസ്. ശരി, ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനു പകരമായിട്ട് നീ എനിക്ക് എന്തു തരും? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. പക്ഷെ പ്ലീസ് ഇതിനെപ്പറ്റി മാമിനോട് പറയരുത്. ഞാൻ എന്തു പറഞ്ഞാലും നീ അത് ചെയ്യൂ? ആ. നിനക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോടാ. അതിന് നീ എന്താ കരുതി ഞാനത് ചെറിയ കുട്ടിയാണെന്നോ? അല്ല, സൊനാലിയെ നീ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചേ ഉള്ളോ അതോ വല്ലതും ചെയ്തോ? എവിടെന്ന് ഒരു തവണയൊന്ന് ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ അടിച്ചെന്റെ കരണം പൊളിച്ചു കളഞ്ഞു. നിനക്കെന്താ ചിരി വരുന്നുണ്ടോ? എനിക്കൊരു ഒറ്റ അവസരം കിട്ടിയാലുണ്ടല്ലോ, എന്നെ അടിച്ചതിന് പകരമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് അപ്പ കാണാം. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? സോനാലി മാമിന്റെ അടുത്തെത്താൻ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം നീ. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. പകരം എനിക്കെന്താ വേണ്ടതെന്ന് നിനക്ക് അറിയാലോ അല്ലേ? നിനക്ക് എന്ത് വേണമെങ്കിലും തരാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇപ്പൊ ഒരു മോടി തരട്ടെ. ഒരു തെറ്റൊളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നത്. സോനാലി രാജുവിനോട് ക്ഷമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ രാജുവിന്റെ മനസ്സിൽ എന്താന്ന് അവൾക്കൊരു പിടിയുമില്ലായിരുന്നു. സോനാലിയോടുള്ള തന്റെ ആഗ്രഹം നിറവേറ്റാനാണ് രാജീവ് വീണ്ടും അവളുടെ അടുത്തേക്ക് എത്തിയത്. പക്ഷെ ഇത്തവണ അവൻ അവന്റെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചു. ചെറിയ കുട്ടിയാണെന്ന് കരുതിയാണ് സോനാലി അവനോട് ക്ഷമിച്ചത് തന്നെ. പക്ഷെ അവക്കപ്പോൾ അറിയില്ലായിരുന്നു മാപ്പ് കൊടുത്തത് അവൾക്ക് തന്നെ വിനയായി തീരുമെന്ന്. അതെ പ്രിയ, ആ നീ ഇതുവരെ കാപ്പിയിട്ട് കഴിഞ്ഞില്ലേ? മനുഷ്യന്റെ തലവേദന എടുത്തിട്ട് വയ്യ. ആ കൊണ്ടുവരുവാ. ഇതാ പിടിച്ചോ സൊനാലി, നിന്റെ കോഫി. താങ്ക് യു സോ മച്ച് ഡി. എന്റെ തല പൊളിയായിരുന്നു.
നിനക്ക് കോഫി ഉണ്ടാക്കാൻ അറിയാം. നൈസ്, താങ്ക് യു. നീ കോഫി ഉണ്ടാക്കിയതിന് താങ്ക് യു കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നു. ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ശരി, വേണേ നീയും പോയി കുറച്ചു നേരം കിടന്നോ. സൊനാലി, സൊനാലി, ഹലോ രാജീവ്, നീ എവിടെയാ? ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. വേഗം വാ. ഞാനിവിടെ സൊനാലിയുടെ കോഫിയില് ഉറക്കഗുളിക കലർത്തിയിട്ടുണ്ട്. നീ എന്തായി പറയുന്നേ? ഇപ്പൊ അവള് ബോധമില്ലാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങോട്ടൊന്ന് വന്നാ മതി. നമ്മുടെ പ്ലാൻ ഇപ്പോ സക്സസ്ഫുൾ ആയി. ഞാൻ 2 മിനിറ്റിനകത്തെത്താ. സൊനാലി മാം എവിടെ? റൂമിൽ കിടപ്പുണ്ട്. അവൾക്ക് ബോധം വരുന്നതിന് മുമ്പ് നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്യേ. ശരി, നീ ചെല്ലേ. ഞാൻ പോയേക്കാം. അന്ന് ഭയങ്കര ധൈര്യത്തിൽ എൻ്റെ മുഖത്തടിച്ചല്ലേ. ഇപ്പൊ ഒന്ന് അടിച്ചേ. അടിക്കേ, അടിക്കേ, അടിക്കപ്പേ. ഇതെന്താ എന്തായി ചെയ്യുന്നേ? ഇതേ ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ അന്ന് നിന്നോട് ക്ഷമിക്കാൻ പാടില്ലായിരുന്നു. പ്രിയ, പ്രിയ, somebody help. മാം, മാം, രാജീവ്, നീ എന്തായി ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. മാം ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുമായിരുന്നു. ഞാനപ്പോ വായ പൊത്തി പിടിച്ചോന്നേ ഉള്ളൂ. നീ സൊനാലിയെ കൊന്നു കളഞ്ഞോടാ. ഞാൻ മാമിനെ കൊന്നിട്ടില്ല. രാജീവ് തന്റെ ഒരു തെറ്റൊളിപ്പിക്കാൻ വേണ്ടി ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി. അതിന്റെ ഫലം ഒരു കൊലപാതകമായിരുന്നു. രാജു സോനാലിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അവൾ തന്നെ അടിച്ചതിന് പ്രതികാരം ചെയ്യണമെന്നും ആഗ്രഹിച്ചു. ആ പ്രതികാരദാഹമാണ് അവനൊരു അന്ധനാക്കി മാറ്റിയത്. അങ്ങനെ ശരിയും തെറ്റും തിരിച്ചറിയാൻ അവന് പറ്റാതെയായി. രാജുവിനോട് ക്ഷമിച്ചതായിരുന്നു സോനാലിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അവനെ അവൾ വീണ്ടും വീട്ടിലേക്ക് വരാൻ അനുവദിച്ചു. അതിന്റെ ഫലമായിട്ടാണ് സോനാലിക്ക് തന്റെ ജീവൻ കളയേണ്ടി വന്നതും. രാജീവിന് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ സോനാലി രാജീവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ജീവനോടെ ഇരുന്നേനെ. ക്രൈം ചക്രയിലൂടെ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു കഥയുമായി. അതുവരെ ജാഗരൂകരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ജയ് ഹിന്ദ്.